ഷോ ഇത് കിട്ടില്ല ഡ്രസ് തന്നെ. ഈ ഡ്രസ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആലിയ ഭട്ടിനെ കണക്കിരിക്കും. ആര്യ ഭട്ട് അത് നീ ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞ ഇത് എവിടെന്ന് പൊട്ടി മുളച്ച് വന്നോ ഇപ്പൊ? ഞാൻ മുളച്ചു വന്നിട്ട് കുറെ നാളായി. അയ്യോ നല്ല തമാശ. ആരോടാ ചാറ്റിങ്? കുറെ നേരം ആയല്ലോ കുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിട്ട്. ചാറ്റിങ്ങാ? ഇവിടെ എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാൻ പോലും ഇവിടെ ആരും. ഇപ്പോഴാണ് ചാറ്റിങ് അവിടെ. ഇവിടെ ചേച്ചി നീ ഡ്രസ് നോക്കിയടി, എങ്ങനെയുണ്ട്? കൊള്ളാലോ, അടിപൊളി. കിടല്ലേ? ആ ബുക്ക് ചെയ്യട്ടപ്പോ? ആര് പൈസ കൊടുക്കും? അത് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാം. ഇതിന്റെ വില എത്ര? ഇതിന്റെ വില 2500 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എടി ഏത് കാലത്താണ് അച്ഛൻ 2500 രൂപയ്ക്ക് ഡ്രസ്സ് നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത്? 1500 കൂടുതൽ ഏതെങ്കിലും ഡ്രസ്സ് നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അതില്ല. അപ്പൊ ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ ഇടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനി ഒറ്റ വഴിയേ ഉള്ളൂ, തയ്യൽ പഠിക്കണം. തയ്യൽ പഠിക്കാനാ? എടി തയ്യൽ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് മോഡലിൽ വേണോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ തുണി കുറഞ്ഞതാണോ കൂടിയതാണോ എന്നൊക്കെ ആരറിയാൻ പോണു. സ്റ്റിച്ചിങ് നന്നായി കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റിക്ക് ഒരു ഇതും വരാൻ പോകുന്നില്ല. നല്ലൊരു ഐഡിയ ആണല്ലോ, ചിന്തിക്കാവുന്ന കാര്യമാണ് കേട്ടോ. എന്തോന്ന് തയ്യൽ പഠിക്കണേ? നീ ഇത്ര പൊട്ടിയായി പോയല്ലോ എന്റെ പിങ്കി. ഞാനും ഒന്ന് വെറുതെ പറഞ്ഞതല്ലേ. ഇതൊക്കെ ആരെയാ നിനക്ക്? നീ തയ്യൽ പഠിക്കാൻ പോണാ? അതെ എന്റെ ചേച്ചി, ഈ പിങ്കി ഒരു പൊട്ടിയല്ല, ഇനി പൊട്ടിയാകത്തും ഇല്ല കേട്ടാ. നീ കണ്ടറ മാസ് ഡയലോഗ് അടിച്ചോണ്ട് പോണം. തള്ളിസ്റ്റ് അവള്. മണി, വേദന തുടങ്ങിയപ്പോഴേ ആശുപത്രി പോകാന്ന് പറഞ്ഞല്ലേ? അപ്പൊ പോയിരുന്നെങ്കിൽ ഇത്രയും വേദന ഇപ്പൊ അനുഭവിക്കണമായിരുന്നോ? അതെങ്ങനെ ആശുപത്രി പോകാന്ന് പറഞ്ഞാ അമ്മയും മക്കളും അമ്പിനും വില്ലിനും അടുക്കൂല. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കണേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് മൂഡ് പോയിരിക്കാണ്. വേദന കാരണം. ഇങ്ങോട്ട് പോയി. എന്തോ ചെയ്യാൻ അമ്മയ്ക്ക്? കൈ വേദന. നീരുണ്ടോ? നല്ല വേദന ഉണ്ടോ? നല്ല വേദന ഉണ്ടോ? ആശുപത്രി പോകാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? അതങ്ങനെ അച്ഛന്റെ കാശ് ചെലവാന്ന് വിചാരിച്ചാണ് അമ്മ ആശുപത്രി പോകാതിരിക്കാം. അത് തന്നെ. ആശുപത്രി പോയി എത്ര രൂപ ചെലവെന്നറിയോ? അല്ലെങ്കിലും ഉള്ള പൈസയൊക്കെ ചെലവാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഒന്നുമില്ല. ആ ഉള്ളതിനെയും കൂടെ അവന്മാര് പിഴിഞ്ഞെടുക്കും. അമ്മ തുടക്കത്തിലേ ചികിത്സിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ ആയി കഴിഞ്ഞാൽ സൂചി കൊണ്ട് എടുക്കേണ്ടത് തുമ്പ കൊണ്ട് എടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞോളൂ മോളെ. പിന്നെ ഇതൊക്കെ ഇട്ടങ്ങ് മാറിക്കോളും കുറച്ചേരം കഴിയുമ്പോ. അമ്മ, അച്ഛന്റെ കഷ്ടപ്പാടൊക്കെ മാറ്റാൻ ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്. എന്തോന്ന് ഐഡിയ? ഞാനൊരു ഡിസൈനർ ബുട്ടീക്ക് തുടങ്ങിയാലോ എന്ന് വിചാരിക്കാം. ഡിസൈനർ ബുട്ടീക്കോ? തയ്യക്കട പോലെ തന്നെ നമ്മള് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫാഷനബിൾ ആയിട്ട് ഡ്രസ്സ് വെച്ചു കൊടുക്കും, ഡിസൈൻ ചെയ്ത് കൊടുക്കും. ആര് ചെയ്യും? ഞാൻ ചെയ്യും. നിനക്ക് തയ്യലൊന്നും അറിഞ്ഞൂടല്ലോ, ഡിസൈനിങ് അറിഞ്ഞൂടോ? അത് യൂട്യൂബ് നോക്കി പഠിച്ചാ പോരെ. യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് ഇതിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോ ഒരു കാശ് ചെലവില്ലാതെ നമുക്ക് പഠിക്കുകയും ചെയ്യാം, നല്ലൊരു തയ്യക്കാരി ആവുകയും ചെയ്യാം. തയ്യക്കാരി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറ്, ലെഹങ്ക, ചോളി ബ്ലൗസ്, ബോഡിക്കോൺ ഡ്രസ്സ്, അങ്ങനെ കുറെ ഫാഷനബിൾ ഡ്രസ്സ് നമുക്ക് തയ്ക്കുകയും ചെയ്യാം. ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുകയും ചെയ്യും. ശരിയാണ്, തയ്യൽ മെഷീൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതിന് വേണ്ടിട്ട്. അത് അച്ഛൻ എനിക്ക് മേടിച്ചു തരേണ്ടി വരും. പുതിയതൊന്നും വേണ്ട, സെക്കൻഡ് ഹാൻഡ് മതി, തുടക്കമല്ലേ. ശരി മക്കളെ, അച്ഛൻ വാങ്ങിച്ചു. അച്ഛൻ മേടിച്ചു തരുമോ? ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യം പറയുമ്പോൾ തിരിച്ചു മുടക്ക് പറയാത്തത്. എന്റെ മണി, ആവശ്യമുള്ള കാര്യത്തിൽ ഒന്നിനും ഈ രവി എതിര് നിൽക്കൂല, മുടക്കം വെക്കൂല. ഉറപ്പായിട്ടും ഞാൻ പോയി കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ യൂട്യൂബ് നോക്കി പഠിക്കണേ കൊള്ളാം, പക്ഷെ അത് അവസാനം വരെ ഈ ആവേശം കാണണം. അല്ല തുടക്കത്തിലെ ഈ ആരംഭശൂരത്വം പാടില്ല. അതൊക്കെ ഉണ്ടോ? ഉത്സാഹം കണ്ടു. നീ കൈ അനക്കല്ലേ? മാറും കുറച്ചേരം എണ്ണ കിട്ടേ. ചൂട് പിടിച്ചാലോ ഒന്ന്? മാറും കുറച്ചേരം ഉണ്ടായിരുന്നാ മതി. ആ വെയിറ്റ് എടുത്തിട്ട് വന്നതാണ്.
ചേച്ചി റിങ്കി റിങ്കൂസ് എന്താ എത്ര സ്നേഹം പതിവില്ലാതെ? ഞാനൊരു താങ്ക്സ് പറയാൻ വന്നേ. താങ്ക്സ്. എന്തിന്? പുതിയ ജീവിത മാർഗം തെളിയിച്ചെന്തേന്. ജീവിത മാർഗവും എന്തോ? ഞാനേ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീ തയ്യലിന്റെ കാര്യം പറയണത്. തയ്യലിന്റെ കാര്യം എന്തോടി പറയണത്? നീ തെളിച്ച് പറയാടി. ചേച്ചി +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഫാഷൻ ഡിസൈനിങ്ങിന് പോകും. ആ. അപ്പൊ ഫാഷൻ ഡിസൈനിങ്ങിന് പോകുമ്പോൾ എന്തായാലും തയ്യൽ പഠിക്കണമല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴേ തയ്യൽ പഠിക്കാന്ന് വിചാരിച്ചു, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. അപ്പൊ നമുക്കൊരു ജീവിത മാർഗവും ആവും, കുറച്ച് കാശും കിട്ടും, എന്റെ പഠിത്തത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് പോടി, യൂട്യൂബിൽ നോക്കിയിട്ട് തയ്യൽ പഠിക്കാൻ പോകും നീ. നീ നടക്കണ കാര്യം വല്ലതും പറ. അതെന്താ പ്രശ്നം? ചേച്ചിയല്ലേ പറഞ്ഞ തയ്യൽ പഠിക്കാൻ? തയ്യൽ പഠിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നീ ഇതെന്തോ പറയണേ? യൂട്യൂബ് നോക്കി ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്. അപ്പോഴാണ് നിന്റെ ഈ ഏകലവ്യ സ്റ്റൈലും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ ചേച്ചി, പുറത്തുനിന്ന് ഇപ്പൊ എനിക്ക് ആരും വന്നില്ല എന്ന് വിചാരിക്കാം. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിലുള്ളവർക്ക് ഞാൻ തച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് കാശ് കൊടുക്കണ്ടല്ലോ അതിന്, അല്ലേ? നീ ഇത് സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാ. എടി അതിന് മിഷ്യൻ വേണ്ടേ? മിഷനൊക്കെ അച്ഛൻ മേടിച്ചരാന്ന് പറഞ്ഞ്. ഒന്ന് പോടി. സത്യം മേടിച്ചരാന്ന് പറഞ്ഞ്. സീരിയസ് ആയിട്ട് ഇത് സീരിയസ് ആയിട്ടാണ് നീ എടുത്തിരിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. താങ്ക്സ്. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിന്റെ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ ഈ ഐഡിയ പറഞ്ഞു തന്നതിന് നീ എനിക്ക് ചെലവ് തരണം. പുതിയ ഒരു ഡ്രസ്സ് ഞാൻ ഫ്രീ ആയിട്ട് തച്ചു. അത് മതി മതി. എന്നാ ശരി, പോട്ടെ. ഇതെങ്ങനെയാ തുറക്കുന്നത്? ഇങ്ങനെയല്ലേ? പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. മക്കളെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് പിടി, അച്ഛന്റെ ഫോൺ പിടി. എങ്ങനെയുണ്ട് മിഷ്യൻ? എന്റെ സങ്കല്പത്തിലുള്ള അതേ മിഷ്യൻ. അതാണ് ഇനിയിപ്പോ അതിന്റെ കത്രികയും ഇതൊക്കെ മേടിച്ചാ നൂലൊക്കെ. അതല്ലേ മണി ഇത്. ഇനി കുറച്ച് തുണിയും കൂടെ വാങ്ങിക്കണം. അതൊന്ന് അഴിക്കണേ. പഠിക്കാനായിട്ടേ കുറച്ച് തുണി വാങ്ങിക്കണം. അതന്നെ. വില കൂടുതലുള്ളതൊന്നും വേണ്ട, കുറഞ്ഞത് മതി. ഓ, എല്ലാ അച്ഛന്മാരും എന്റെ അച്ഛനെ കണ്ടുപഠിക്കണം. മോളെ റിങ്കി, നീയും കൂടെ ഇങ്ങോട്ട് വന്ന് പിടിക്കാൻ. ഞാൻ പിടിക്കണോ? നിന്റെ കൈ വേദനിക്കാം. മണി പിടിക്കണ്ട. സൂക്ഷിക്കണേ. മോളെ എവിടെ കൈ വെച്ചാ മതിയെ. ഇതൊന്ന് വലിയ വെയിറ്റ് ഒന്നും നല്ല കത്രിക. ഇവിടെ വെക്കേ. ശരി എന്നാ. അച്ഛൻ കുറച്ച് കാശ് ചെലവാക്കിയിട്ടുണ്ട്. അവിടെ പിടി. നൂലൊക്കെ ഉണ്ട്. വണ്ടി പോട്ടെ മോളെ. അങ്ങോട്ട് മാറ്റിയിടാം. അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് വെച്ചാ. അല്ല, വണ്ടി പോട്ടെ. അതാ അച്ഛാ, പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാ അങ്ങോട്ട് മാറ്റി മാറ്റി. അയ്യോ, ഞാൻ പിടിച്ച പറ്റൂല. അവിടെ പിടിച്ചേ റിങ്കി. കൊള്ളാം കേട്ടോ. ഇവിടുന്ന് ചവിട്ട് തരാം, അകത്ത് പോയിട്ട്. അകത്ത് പോയി നോക്കാം. പിടിക്കാൻ പറ്റുമല്ലോ. മണി, എനിക്ക് ഉറപ്പായി ഇത് വിജയിക്കും. അതൊന്നും ഇത്ര ഉറപ്പ്? എടി, അവളുടെ ആ ഡെഡിക്കേഷൻ കണ്ട നോക്ക്. അവളിന്ന് വർക്ക് ചെയ്യണേ. പിന്നെ ഈ
വയസ്സ് കൂടി വരും തോറും പെൺകുട്ടികൾക്ക് ഉത്തരവാദിത്വം കൂടുന്നു പറഞ്ഞാൽ എത്ര ശരിയാണ് നോക്ക്. അത് അച്ഛൻ പറഞ്ഞ ശരിയാ. ഇതാര് പറയണത്? എടി നാണല്ലോ, ചക്കപ്പോത്ത് പോലെ വളർന്നത്, നിനക്ക് വല്ല ഉത്തരവാദിത്വം അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ? എന്ത് പറഞ്ഞെന്നാ? അല്ല നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ടോ? കിടന്ന് ബഹളം വെക്കല്ലേ, ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. മോളെ സോറി മോളെ, മകള് ചെയ്തോ. ശല്യം ചെയ്തേ. ചായ കാപ്പി വല്ലതും വേണോ? ചായ വേണ്ട അമ്മ, എനിക്ക് ഹോളിക്സ് എടുത്തോ, അതിനും കൂട്ടി എടുക്കണേ. ഓ പിന്നെ എനിക്ക് കഴിക്കാൻ വല്ല കലത്തിലെടുത്തോ. കനത്തിലെടുത്തോ. കനത്തിലെടുക്കാൻ. ഓ മനസ്സിലായി, എടുക്കാം. തീറ്റ കാര്യത്തിന് മാത്രം ഒരു കുറവുമില്ല എന്റെ പിങ്കിക്ക്. ചേച്ചി ഡിസ്റ്റർബ് ചെയ്യല്ലേ. പോ അവൾക്കെല്ലാം കഴിക്കാൻ. ഞാൻ എടുത്തു കൊടുക്കാം. അമ്മ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടാവേ ഇപ്പം. അവളൊന്ന് തയ്ക്കട്ടെ. നീ എന്തോന്ന് ആലോചിക്കുന്നു? ഞാനേ അച്ഛനോടൊരു ചെറിയ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. എന്തിന്? അല്ല അവർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ഡിസൈനിങ് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് കാശലവില്ലേ? ഞാൻ ഒരു ലോൺ എടുക്കാം. ആ ബെസ്റ്റ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാസം EMI അടയ്ക്കണ്ടേ? അതൊന്നും വേണ്ടല്ലോ ഇത്. അതൊക്കെ ഞാൻ അടച്ചോളാം മണി. ഞാൻ അടച്ചോളാം. എന്നാൽ അവക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ നോക്കി. പഠിക്കാൻ മാത്രം പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല, എനിക്കെല്ലാം എളുപ്പമായിട്ടാ തോന്നി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ട്? ആ കുഴപ്പമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. അതെന്തറിയുമോ, നിനക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമാണല്ലോ, ആ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഈസി ആയിട്ട് തോന്നുന്നു. ആ ശരി. ചേച്ചി എവിടെ? ചേച്ചി അകത്തെവിടെയെങ്കിലും കാണുമായിരിക്കും. എന്ത് പറ്റി? അതെ, ഞാൻ ചേച്ചിക്ക് ഒരു ഉടുപ്പ് വെച്ചാലോ. കൊള്ളാലോ. ചേച്ചി ചേച്ചി എന്തോ തയ്ക്കാൻ പോണ ചേച്ചിക്ക്? ഒരു ഫ്രോക്കാ? അതൊക്കെ തയ്ക്കാൻ പഠിച്ചാ നീ? കൊള്ളാലോ. അത് എളുപ്പമല്ലേ? ആണല്ലേ. എന്താടി വിളിച്ച? അവളെ നിനക്ക് ഫ്രോക്ക് തയ്ച്ചുതരാൻ പോണെന്ന്. എനിക്കാ? ചേച്ചിയല്ലേ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ. അപ്പൊ ചേച്ചിക്ക് ഞാൻ ആദ്യം തച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ചേച്ചി വാ, അളവൊക്കെ എടുക്കട്ടെ. വാ നടന്നോ. നിനക്ക് സ്ലീവ്ലെസ് മതിയാ? അതാ നിന്റെ ഇഷ്ടം പോലെ തയ്ക്കും. കൈ വെക്കും. തുണി എടുക്കണ്ടേ? 34 വേണ്ട, 34 ഇട്ടേക്കല്ലേ, പിന്നെ നമുക്ക് കുറയ്ക്കാം. 34 ജസ്റ്റ് 34 പഠിച്ചു കേട്ടോ. അളവൊക്കെ എടുക്കുന്നത് വലിയ പ്രൊഫഷണൽ ടൈലേഴ്സ് ഒക്കെ ചെയ്യും പോലെ. റിങ്കി ജസ്റ്റ് 34. അടുത്ത വേസ്റ്റ്. വേണമല്ലോ നിനക്ക്? ഞാൻ മതിയാ ആലോചിക്കാം ഞാൻ. അതൊരു 27.5. വേസ്റ്റ് 27.5. വേസ്റ്റാ. രണ്ടും ഒന്ന് തന്നെ. പോ അമ്മ, തെറ്റിപ്പിക്കല്ലേ. ഷോൾഡർ ഹൈറ്റ്. ഷോൾഡർ തയ്യക്കാർ എഴുതുന്ന പോലെ തന്നെ നിനക്കറിയോ? പിന്നെ എനിക്കൊരു 14.5. ഷോൾഡർ 14. ലൂസാക്കിട്ടോ വേണമെങ്കിൽ. എന്തിനു ഷോൾഡറോ? ഒന്ന് വാച്ച 14. കൈ നോക്കണ്ടേ? കൈ നിനക്ക് സ്ലീവ്ലെസ് അല്ലേ? ആം ഹോൾ നോക്കാം. ആം ഹോൾ കൈ ഒന്ന് നേരെ. 16 കുറക്കണം കേട്ടോ. 16 എഴുതണം. ആം ഹോൾ 16. ഓക്കെ. പെട്ടെന്ന് ഭയങ്കര സീരിയസ്നെസ് ഒക്കെ വന്ന പോലെ അല്ലേ? ഹൈറ്റ് എത്ര വേണം? ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര വേണം ഹൈറ്റ്? അതിന്റെ എത്ര ഇടും? ഇതിന്റെ എത്ര? 34. ഒരു 35 ഇട്ടേ. ഹൈറ്റ് ഓക്കെ. കഴിഞ്ഞില്ലേ? ഫുൾ കഴിഞ്ഞു. അപ്പൊ ഇനി 1 മണിക്കൂറിനകം ഡ്രസ് ഇവിടെ എത്തിയിരിക്കും. 1 മണിക്കൂറില്ല? 1 മണിക്കൂറുണ്ട് തയ്ക്കൂ. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് തയ്ക്കണേ? ആദ്യമായിട്ടാണ് 1 മണിക്കൂറിന്റെ ആവശ്യം. പിന്നെ പഠിച്ചു വരുമ്പോ 10 മിനിറ്റ് മതി എനിക്ക്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടേച്ചി കണ്ടാ അവളെ
മിടുക്കിയാണ്. അച്ഛാ അമ്മേ ഇതൊരു സെന്റിമെന്റൽ മൊമെന്റ് തോന്നില്ലേ? കാരണം അവള് ആദ്യമായിട്ട് എനിക്ക് ഡ്രസ്സ് തച്ചുതരാന്നാണ് പറയുന്നത്. പാവല്ലേ? ഒരു ഇമോഷൻ അല്ലേ? സത്യം. നിന്റെ ഉടുപ്പ് തച്ച് കിട്ടിയിട്ട് വേണം എനിക്കൊരു ചുരിദാർ തയ്ക്കാൻ. ഞാൻ ഒരു ഷർട്ടിന്റെ തുണി എടുക്കും. കൊള്ളാം. ഇതറിഞ്ഞ നാട്ടുകാർ മൊത്തം കൊണ്ടുവരും കേട്ടോ തുണിയൊക്കെ തയ്ക്കാനായിട്ട്. നോക്കാം നമുക്ക്. എന്ത് വേദനയുണ്ടോ കൈക്ക് ഇപ്പൊ? കുറഞ്ഞു, നീരൊക്കെ കുറഞ്ഞു, ചെറിയ വേദന ഉണ്ട്. ഒന്നുകൂടി എണ്ണയൊക്കെയാണോ? അല്ല അവൾ 1 മണിക്കൂറിൽ തച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ 2 മണിക്കൂറായില്ലേ? ഇതെവിടെ പോയി കിടക്കണം? സമയം എടുത്ത് ചെയ്യട്ടമ്മ. അവള് ആദ്യമായിട്ട് ചെയ്യല്ലേ, സമയം പിടിക്കും. മണി, നമുക്ക് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങണം. അതൊക്കെ മതി. എന്തിന്? എടി തയ്ക്കണതൊക്കെ നമ്മൾ വെളിയിൽ കൊടുക്കണ്ട, നമ്മുടെ ഷോപ്പിൽ തന്നെ സെയിൽ ചെയ്യാം. ഓ അങ്ങനെ. അത് അച്ഛൻ പറഞ്ഞ നല്ല ഐഡിയ. വലിയ യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്ത് അടിപൊളിയായി. പതുക്കെ പതുക്കെ മതി, എല്ലാം റെഡിയാ. മിടിക്കുകയാണ് അവള്. പിന്നെ ഓ പത്രാസാണല്ലോ മക്കളെ തയ്ച്ചാ? തച്ച് ആദ്യമായിട്ട് തച്ചോണ്ട് അത്ര ഫിനിഷിംഗ് ഒന്നും വന്നില്ല, എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, കാണിക്കാം. ആദ്യമായിട്ടല്ലേ നീ കാണിക്കാം. കാണിക്കാം. പിന്നെ അച്ഛാ, അച്ഛൻ എന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് ചേർക്കുമ്പോഴേ അതിന്റെ ഫീസിനെ പറ്റിയൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട കേട്ടാ. തച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് കൊടുക്കാം. മിടുക്കി, അങ്ങനെ വേണം. അത് നന്നായി. കാണിക്കണേ. കണ്ണടച്ച് എല്ലാരും കാണിച്ചേ. വേണ്ട കണ്ണടമ്മ. നോക്കല്ലേ? ഇല്ല ഇല്ല, കാണിക്കേ. കണ്ണടച്ചോ, പറയുമ്പോ തുറക്കൂ. തുറക്കട്ടോ? ഇല്ല 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 ഇല്ല. തുറന്നു. എന്തോ നോക്കളെ തച്ചത്? എനിക്ക് മനസ്സിലായി. ഇത് അധികം വന്ന തുണി മോള് തയ്ച്ചതാണ്. ഓ, ഇവക്ക് ഉടുപ്പ് തച്ചിട്ട് ബാക്കിയുള്ളതായിരുന്നാ? ബാക്കിയുള്ളതല്ല, ഇതാണ് ഉടുപ്പ്. ഇതാ ഇതാ ഫ്രോക്ക്. നോക്കട്ടെ. ഇത് കടിയത്, ഇതിന്റെ ഒരു കൈ എവിടെ? അത് കൈക്ക് എന്തോ പ്രശ്നം വന്നപ്പോ ഞാൻ പിടിച്ചു വലിച്ചപ്പോ ഉരിങ്ങും. കൊള്ളാം. ഇപ്പോഴേ ആൾക്കാർ പറയണേ എനിക്ക് തുണി കുറവാണ് ഇടുന്നത്. ഇനി ഇതും കൂടി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അല്ല, നീ ഇവിടം വരെ ഇറക്കമുള്ള ഫ്രോക്കിന്റെ ഒക്കെ തയ്ക്കാന്ന് പറഞ്ഞാണല്ലോ അളവെടുത്ത്. ഇതിപ്പോ ആർക്ക്? അത് പിന്നെ ഫ്രോക്കിന്റെ തയ്ക്കാൻ തുണി തികഞ്ഞില്ല. ഇത് ഫ്രോക്കിന്റെ മോൾ ഭാഗം, ബാക്കി പിന്നെ തുണി എടുത്തിട്ട് തയ്ക്കും. എന്നാലും ഇതുവരെ തയ്യ ക്ലാസ്സിലൊന്നും പോവാതെ പഠിച്ച് തയ്ച്ചവൾ ഇത്രയും ഷേപ്പിലൊരു ഉടുപ്പ് എന്തോന്നും ഉണ്ടാക്കിയല്ലോ. എന്തോന്നും ആയിക്കോട്ടെ, ശരി, ഇത്രയെങ്കിലും എത്തിയില്ലേ? എന്തൊക്കെ മനക്കോട്ടയാണ് കെട്ടിയത്. കട തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പൊ എല്ലാം വെറുതെ ആയില്ലേ? തുണിയും വേസ്റ്റ്. ഞാൻ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ വരാം. അതാ നല്ലത്. കട തുടങ്ങാന്നൊക്കെ വിചാരിച്ചതാണ്. ഇനിയിപ്പൊ കട തുടങ്ങണ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. അവള് നന്നായിട്ട് തയ്ച്ച് പഠിക്കട്ടെ. എന്തോന്ന് പ്രതീക്ഷയൊക്കെ ആയിരുന്നല്ലേ? അല്ല, പിന്നെ ഒരു കാര്യം, അവൾ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ലേ, ശരിയാവും. അച്ഛാ, ഇതാ പറയുന്നത് ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടരുതെന്ന്. ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നാണ് കൃത്യമായ അർത്ഥം എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ മണി, ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ ഒരു പ്ലോട്ട് വരെ കണ്ടുവച്ചാണ് ഒരു കട തുടങ്ങുന്നത്.